മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നടൻ എം.ജി. സോമൻ ഓർമ്മയായിട്ട് 28 വർഷം. നിഷേധിയായ ചെറുപ്പക്കാരനായും പ്രേമവിവശനായ കാമുകനായും വീരപരാക്രമിയായും ചതിയനും ക്രൂരനുമായുമൊക്കെ വെള്ളിത്തിരയിൽ നിരവധി വേഷങ്ങൾ അണിഞ്ഞ ഒരു കാലത്ത് മലയാള ചലച്ചിത്ര ലോകത്തെ ഒഴിച്ചുകൂടാനാവാത്ത നടന വിസ്മയമായിരുന്ന തിരുവല്ല മണ്ണടിപ്പറമ്പിൽ ഗോവിന്ദപ്പണിക്കർ സോമശേഖരൻ നായർ എന്ന എം.ജി. സോമൻ തിരുവല്ല തിരുമൂലപുരം മണ്ണടിപ്പറമ്പിൽ N.K. ഗോവിന്ദപ്പണിക്കരുടെയും P.K. ഭവാനിയമ്മയുടെയും മകനായി 1941 സെപ്റ്റംബർ 28 ജനിച്ചു. 20-ാം വയസ്സിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്നു. 1970 വ്യോമസേനയിൽ നിന്നു വിരമിച്ച് 1972 മുതൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജയശ്രീ തിയേറ്റേഴ്സിന്റെ ഭഗത് സിംഗ് എന്ന നാടകത്തിലെ രാജഗുരു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആദ്യമായി നാടകത്തിലെത്തി. പിന്നീട് സി ബാബുവിന്റെ ശരം, കായംകുളം കേരള ആർട്സ് തിയേറ്റേഴ്സിന്റെ രാമരാജ്യം തുടങ്ങി ഒട്ടേറെ നാടകങ്ങളിൽ വേഷമിട്ടു. രാമരാജ്യം എന്ന നാടകത്തിലെ സോമന്റെ അഭിനയം കണ്ട മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഭാര്യ വേണിയുടെ അഭിപ്രായം കേട്ടതിനെ തുടർന്ന് 1973 മലയാറ്റൂർ രാമകൃഷ്ണൻ തിരക്കഥ എഴുതി P.N. മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചിത്രത്തിൽ രാജാമണി എന്ന വില്ലനെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയിലെത്തി. ആദ്യകാലങ്ങളിൽ ദിനേശ് എന്ന പേരിലായിരുന്നു സിനിമാ രംഗത്ത് അറിയപ്പെട്ടിരുന്നത് എങ്കിലും പിന്നീട് എം.ജി. സോമൻ എന്ന പേര് തന്നെ സ്വീകരിച്ചു. ആദ്യ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടു എങ്കിലും പമ്മന്റെ ചട്ടക്കാരി, വെല്ലുവിളി എന്നീ ചിത്രങ്ങളിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, മാന്യശ്രീ വിശ്വാമിത്രൻ, പിക്നിക്, ഉത്സവം, അവൾ ഒരു തുടക്കഥ, ചട്ടമ്പി കല്യാണി, മോഹിനിയാട്ടം, വിഷുക്കണി, ഗുരുവായൂർ കേശവൻ, മുക്കുവനെ സ്നേഹിച്ച ഭൂതം, അവളുടെ രാവുകൾ, അഷ്ടമുടിക്കായൽ, ഈറ്റ, അടിമക്കച്ചവടം, വെള്ളായണി പരമു, ജയൻ അവസാനമായി അഭിനയിച്ച കോളിളക്കം ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. അമേരിക്കയിൽ വെച്ച് ചിത്രീകരിച്ച IV ശശി സംവിധാനം ചെയ്ത ഏഴാം കടലിനക്കരെ എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ ആദ്യമായി വിദേശത്ത് ചിത്രീകരിച്ച മലയാള ചിത്രത്തിലെ നായകനായി. 1977 മാത്രം 47 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ചട്ടക്കാരിയിലെ റിച്ചാർഡ്, ഇതാ ഇവിടെ വരെയിലെ വിശ്വനാഥൻ, രാസലീലയിലെ ദത്തൻ നമ്പൂതിരി, തുറമുഖത്തിലെ ഹംസ, രക്തമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടി, അനുഭവത്തിലെ ബോസ്കോ, ഒരു വെളിപ്പാടകലയിലെ മേജർ, വന്ദനത്തിലെ കമ്മീഷണർ, താളവട്ടത്തിലെ ഡോക്ടർ, നമ്പർ 20 മദ്രാസ് മെയിലിലെ KR നായർ, ലേലത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ ശ്രദ്ധേയങ്ങളായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത അങ്ങാടി എന്ന ചിത്രത്തിലെ നായകനായി ആദ്യം തീരുമാനിച്ചത് സോമനെയായിരുന്നു. ശശിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് നായക സ്ഥാനത്ത് ജയൻ വന്നു. പിന്നീട് 1987 കമൽഹാസൻ നായകനായ വ്രതം എന്ന ചിത്രത്തിലാണ് IV ശശിയുമായി ഒരുമിച്ച് ചേർന്നത്. 1991 IV ശശി സംവിധാനം ചെയ്ത ഭൂമിക എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായി. തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായിരുന്ന MGRനൊപ്പം നാളെ നമ്മതെ എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട്. താരസംഘടനയായ അമ്മയുടെ ആദ്യകാല പ്രസിഡന്റായും കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചുവന്ന സന്ധ്യകൾ, സ്വപ്നാടനം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് 1975 സംസ്ഥാന സർക്കാരിന്റെ സഹനടനുള്ള അവാർഡ്, അടുത്ത വർഷം പല്ലവി, തണൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള അവാർഡും ലഭിച്ചു. ഒറ്റപ്ലാമൂട്ടിൽ ശോശ, അതായത് ഈ നിൽക്കുന്ന കുന്നേൽ ഔതക്കുട്ടിയുടെ കെട്ടുകളുടെ തള്ള, തിരുമേനി ഈ കുപ്പായം വിട്ടു പോയാലും അവരിപ്പോഴും അവിടത്തേക്ക് കൂടെ പിറന്ന പെങ്ങള് തന്നെ അല്ലയോ? ഈപ്പച്ചൻ വിസ്തരിച്ചാണ് തുടങ്ങിയത്. എണ്ണ പകർന്ന പോലെ അതങ്ങ് നിറപിടിപ്പിച്ച് കത്തി. സായിപ്പിനെ കൊന്നിട്ട് എൻ്റെ അപ്പൻ ഈ കഴിമ്പറത്തെ കയറുന്ന കാലത്ത് ദേ ഈ നിൽക്കുന്ന കുടുംബ മഹിമക്കാരൻ കുന്നേൽ മാത്തച്ഛന്റെ അപ്പനും പെണ്ണും പിള്ളയ്ക്കും ബ്രണ്ണൻ സായിപ്പിന്റെ ബംഗ്ലാവിലെ പണിയെന്ന് വെച്ചാലേ സായിപ്പിനെ കുളിപ്പിക്കണം. പിന്നെ ഈപ്പച്ചൻ പിന്നെ അങ്ങോട്ട് ശരിക്കും ആളി കത്തുകയായിരുന്നു. 1997 പുറത്തിറങ്ങിയ ലേലമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. ലേലം വൻ വിജയമാക്കിയതും ഈപ്പച്ചന്റെ ഈ നാക്കു തന്നെ. അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കി അപ്പൻ. ജയിലിൽ പോയത് കാരണം ഈപ്പച്ചന് പള്ളിക്കൂടത്തിൽ പോവാനൊന്നും കഴിഞ്ഞില്ല. എന്നാലും ഇംഗ്ലീഷൊക്കെ വെടിപ്പായിട്ട് പറയും. ആരെയും കൂസാത്ത പ്രകൃതം. ആരുടെ മുഖത്ത് നോക്കിയപ്പോലും ഇറവറൻ്റായി സംസാരിക്കുന്ന ഈപ്പച്ചൻ ഔട്ട്സ്പോക്കൺ ഡയലോഗ് കൊണ്ട് തിയേറ്റർ കരഘോഷം തീർക്കുമ്പോഴാണ് ഈപ്പച്ചനായി പകർന്നാടിയ എം.ജി. സോമൻ തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 25-ാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ 1997 ഡിസംബർ 12 അന്ത്യം. പ്രിയദർശന്റെ ചിത്രങ്ങളിൽ ഒരു അവിഭാജ്യ ഘടകം ആയിരുന്ന സോമൻ സിനിമയിൽ തനിക്ക് കിട്ടിയിരുന്ന ഏത് വേഷത്തെയും സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. നായക വേഷമോ വില്ലൻ വേഷമോ വ്യത്യാസമില്ലാതെ അടുത്ത തലമുറയിലെ നായക നടന്മാരുമായി ചേർന്ന് അഭിനയിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല.
സുജാതയാണ് ഭാര്യ. മകൻ സജി സോമനും ചലച്ചിത്ര നടനാണ്.